ഹായ് പി എസ് സി ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു ആൻഡ് സ്റ്റഡി വ്ളോഗ്. ഇത് 2 ഡേ സ്റ്റഡി വ്ളോഗാണ്. കുറച്ച് ദിവസമായി ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഡേ 1 ക്ലാസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ടു ഡു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു പോർഷൻ മാത്രമേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, PYQ മാത്രം. അതിനുശേഷം നമ്മുടെ അമ്പലത്തിൽ രുക്മിണി സ്വയംവരമായിരുന്നു, പോവാതിരിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്പലത്തിൽ പോയി ഫുഡൊക്കെ കഴിച്ചു, പിന്നെ തിരിച്ച് വന്നിട്ട് രാത്രിയിലും പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു ടു ഡു ലിസ്റ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഉച്ച വരെ ഡേ 1 ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്പലത്തിൽ പോയി, അമ്പലത്തിലെ കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. സോ ഡേ 2 ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നില്ല. കാരണം ഡേ 1 കംപ്ലീറ്റ് ചെയ്യാനുള്ള പോർഷൻസാണ് നോക്കിയത്. നവോത്ഥാനം നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ കറണ്ട് അഫേഴ്സിൽ. അപ്പോൾ ഏതൊരു ബിഗിനറാണെങ്കിലും, അല്ലാതെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഏറ്റവും ബിഗിനറിനോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ PYQs മാക്സിമം വർക്കൗട്ട് ചെയ്യുക. കാരണം ഒരു PYQ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും. സിലബസ് കൂടെ എടുത്ത് വെക്കുക. PSC കൂടുതലും വെയിറ്റേജ് കൊടുത്ത് ചോദിക്കുന്ന പോർഷൻസ് ഏതാണെന്ന് നമുക്ക് PYQ വർക്കൗട്ട് ചെയ്യുന്നതിനകത്തൂടെ മനസ്സിലാവത്തുള്ളൂ. സോ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെ PYQ മാക്സിമം എത്രത്തോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അതങ്ങ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനകത്തോട്ട് നമുക്ക് ഒരു വേ ഓഫ് ബേസിക് എന്ന് പറയത്തില്ലേ, എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ബിഗിനേഴ്സ്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ ഗൈസ്. നന്നായിട്ട് പഠിക്കുക. ടു സബ്സ്ക്രൈബ്.